വീട്ടിലെ ആളേക്കാൾ വലുതാകാനും അവിടുത്തെ ആളേക്കാൾ വലിയ വീടുണ്ടാക്കാനും അവർ മേടിച്ച കാറിനേക്കാൾ വലിയ കാർ വാങ്ങാനും ഒക്കെ ഒരു മത്സരം നടക്കുന്ന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് യാതൊരു കുറവും വരുത്തരുത് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നു പറയുന്നത് ഒരു മറുപടി അല്ല വടിയില്ലാണ്ട് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ പ്രായത്തിൽ പിന്നെ പറ്റുന്നതാണ്. നമ്മൾ പറയുമല്ലോ പക്വതയില്ലാണ്ട് ആയുധം കയ്യിൽ കൊടുക്കരുതെന്ന് പറയും. ഇതല്ല, പക്വത വരുന്നതിനുണ്ട് ലോകം എന്താണെന്ന് അറിയാനായിട്ട് ഒരു അച്ഛൻ്റെ അമ്മയുടെ ഗുരുവിൻ്റെ ആവശ്യമില്ല. ഈ സാധനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് തെറ്റല്ല, പക്ഷേ ഇതിന് ഒത്തിരി തെറ്റുകളുണ്ട്. സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഈ സാധനങ്ങൾ മേടിച്ച് കഴിച്ചോളാൻ പറയും, അല്ലെങ്കിൽ ഇത് കഴിച്ചോളാൻ പറയും. ഇതിനകത്ത് എന്തെല്ലാം ദൂഷ്യമുണ്ടെന്നുള്ളത് ആർക്കറിയുന്നു? ഇത് മേടിച്ച് അസുഖം വന്നവരാണ് കൂടുതൽ. പക്ഷെ പണ്ടതല്ല, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കാനും അത് കേൾക്കാനും ഉണ്ടായിരുന്ന തലമുറ രാഗം, ഒരു ലയം അതുണ്ടായിരുന്നു. അത് ഇല്ലാണ്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന അടുത്തകളാണ് ചിന്തിക്കുന്ന അടിമകൾ. അവരിനി അടിമകളാകുന്ന കാലമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് പോലെ ഇനി പറയില്ല. പറയുന്നതിന് പകരം ഇപ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ് ഫേംസിലേക്ക് ജോലി പിള്ളേർക്ക് കൊടുക്കും, അവർക്ക് ശമ്പളം കൊടുക്കും. ഞാൻ അറിഞ്ഞു തുടങ്ങിയത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല, എങ്കിലും കേട്ടറിവ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന സീറ്റിൽ എഴുന്നേക്കാൻ പോലും സംഭവിക്കില്ല. അപ്പോൾ നമ്മൾക്ക് ചായ ടീ ബ്രേക്ക് നിൽക്കുമ്പോൾ എഴുന്നേറ്റ് പോകും 10 മണിക്ക്. അത് അവിടെ കൊണ്ട് കൊടുക്കുക സീറ്റിൽ. അത്രയും നേരം അവിടെ കളയരുത് ജോലി ചെയ്യണം. ആർക്ക് വേണ്ടി? അവർക്ക് വേണ്ടി. അവർ കൊണ്ട് കൊടുക്കുന്ന ഈ വെള്ളത്തിനകത്ത് എന്തൊക്കെയോ ചേർത്തുമെന്നാണ്. ഇതും പിന്നെ വേറെ പോയില്ല. ഇതിനറിയാം. ഞാൻ പഴയ അടിമത്വവും പുതിയ അടിമത്വവും ഉണ്ടാകാം. ഇതേപോലെ നമ്മുടെ ബുദ്ധിയിലേക്കൊക്കെ ഈ സാധനം കണ്ടുപിടിക്കുന്ന കാലം വരികയാണ്. നമ്മൾ വെറും അദ്ദേഹം പറയുന്നത് യന്ത്രമനുഷ്യൻ, സ്വയം ചിന്തിക്കാൻ ബുദ്ധിയില്ലാത്തത്. പക്ഷെ അതൊക്കെ നാളെ ഉണ്ടാകുന്നത് പണ്ടുണ്ടായിരുന്ന ഒരു സമരം പോലെ. ഇത് ഏതെങ്കിലും ഒരുത്തൻ ഈ പഠിച്ചിരിക്കുന്ന വിദ്യ പക്ഷെ പറ്റില്ലെന്ന് പറയുന്നത് കാര്യം. പണ്ട് കാലത്ത് നമുക്കൊരു ഒരാളുടെ അറിവുണ്ടെങ്കിൽ അറിവ് വിനിയോഗിക്കുകയാണ്. ഇന്നിപ്പോൾ അതല്ല, ഞാൻ ഒരാരെങ്കിലും കുട്ടിയുടെ അറിവ് കണ്ടുപിടിച്ചാൽ ആ അറിവിനെ വിലക്കെടുക്കുകയാണ് വലിയ സമ്പന്നൻ. പിന്നെ അവന് തന്നെ അത് ഉപയോഗിക്കണമെങ്കിൽ അവനതിന് നികുതി കൊടുക്കണം. ഒന്ന് ഓർത്ത് നോക്കുക. അത്രമാത്രം 2050 കഴിയുമ്പോഴത്തേക്ക് ഒന്നും എല്ലാം കുറേ